ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ്. തിരുവനന്തപുരം DCC അംഗം MS ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം R നൌഷാദ് എന്നിവരും നവകേരള സദസ്സിൽ ഇന്ന് പങ്കെടുത്തു. ബിനുവിനെ പിന്നീട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എൻ്റെ വാർഡിലെ 1-2 വികസന പ്രവർത്തനങ്ങളും ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രദ്ധയപ്പെടുത്തണം. അത് ഈ വേദിയാണെന്ന് തോന്നി വരുന്നു. പാർട്ടിയുടെ എതിർപ്പല്ല, എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വേദി. ജനപ്രതി എന്ന നിലയിൽ എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നു. ചടക്ക നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമില്ല. ജനപ്രതി എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥം 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു സർജറിയാണ്. അത് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ. അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഘടകങ്ങൾ വിചാരിച്ചാൽ അത്രയും രൂപ പിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. ലീഗിൻ്റെ പ്രതിയായിട്ട് UDFൻ്റെ പ്രതിയായിട്ടല്ല. ഇവിടെ ഞാൻ പ്രവാസികളുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ സംഘടനയുടെ പ്രതിയായിട്ടാണ് ഞാനിവിടെ വന്നത്. തിരുവനന്തപുരത്ത് ഈ പരിപാടി ഈ ജനകീയ സഭ തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയുണ്ട്, കേരളീയൻ ഗവൺമെൻറ് നടത്തി. അതിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UDFൻ്റെ കക്ഷികളൊന്നും പങ്കെടുക്കരുത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊന്നും പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭ കൃഷ്ണനായർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രവാസി സംഘടനയെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തു, ഞാൻ സംസാരിച്ചു. ഞാൻ ലീഗിലാണല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ ലീഗിനെ പ്രതികരിച്ചുകൊണ്ടല്ലല്ലോ വന്നത്.